ഇതിനിടയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന രജനീകാന്തിനായി ആരാധകന്റെ സമ്മാനം. രജനീകാന്തിന്റെ ക്ഷേത്രം താരത്തിന്റെ 5500 ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ആരാധകനായ കാർത്തിക്. ആരാധകർക്കിടയിൽ അമാനുഷിക പരിവേഷമുള്ള സൂപ്പർ സ്റ്റാറാണ് രജനീകാന്ത്. വയസ്സ് 75 അടുക്കുന്നുണ്ടെങ്കിലും ഇന്നും തലൈവരുടെ സ്വാഗിനും സ്റ്റൈലിനും ഒന്നും ഒരു കുറവുമില്ല. ഓഗസ്റ്റ് 15 തെന്നിന്ത്യയുടെ തലൈവർ സിനിമയിലേക്ക് എത്തി 50 വർഷങ്ങൾ പൂർത്തിയാകും. 1975 ഓഗസ്റ്റ് 15 കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത അപൂർവ രംഗങ്ങളിലൂടെയാണ് രജനി വെള്ളിത്തിരയിലേക്ക് എത്തുന്നത്. പിന്നീടങ്ങോട്ട് 5 പതിറ്റാണ്ടായി പ്രേക്ഷകർ കണ്ടത് തലൈവർ മാജിക്. രജനീകാന്തിന്റെ 50 വർഷം ആഘോഷമാക്കുന്നത് ആരാധകരാണ്. അതിൽ ശ്രദ്ധേയം മധുരയിലെ തിരുമംഗലത്തിൽ രജനീകാന്തിനായി നിർമ്മിച്ച ക്ഷേത്രമാണ്. കാർത്തിക് എന്ന രജനിയുടെ ഡൈ ഹാർഡ് ഫാൻ താരത്തിന്റെ സിനിമയിലെ ഗോൾഡൻ ജൂബിലി വ്യത്യസ്തമായാണ് ആഘോഷിക്കുന്നത്. രണ്ട് വർഷങ്ങൾക്ക് മുൻപ് കാർത്തിക് നിർമ്മിച്ച ക്ഷേത്രം രജനിയുടെ 5500 ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചാണ് ആഘോഷമാക്കുന്നത്. ജൂൺ 1 മുതൽ തുടങ്ങിയതാണ് അലങ്കാരങ്ങൾ. ഇതേ ക്ഷേത്രത്തിൽ രജനിയുടെ വജ്ര ജൂബിലി കൂടി ആഘോഷിക്കുമെന്ന് കാർത്തിക് പറയുന്നു. கிட்டத்தட்ட அவர் நடிச்ச படங்கள் ஃபுல்லா கலெக்ஷன் பண்ணி 1லேருந்து 171 படம் நடிச்சிருக்காரு. அந்த படத்தோட போஸ்டர்ஸ் ஃபுல்லா ரெடி பண்ணி ஒட்டியிருக்கோம். அதை தாண்டி அவர் என்னென்ன ஸ்டில்லாம் படங்களை கொடுத்துருக்காரு. 5000 பிக்சர்ஸ் ஒட்டியிருக்கோம். அதாவது 360 ஆங்கிள் 2 ரூம்ல முழுக்க தலைவர் ஸ்டில் தான். அந்த ரூம்ல நின்று நீங்க எங்க இருந்து எங்க பார்த்தாலும் ஒன் அண்ட் ஒன்லி தலைவர் மட்டுமே தெரிவார். ക്ഷേത്രത്തിലെ രജനിയുടെ പ്രതിമയിൽ പ്രത്യേക അഭിഷേകവും പൂജാകർമ്മങ്ങളും കാർത്തിക് നടത്തിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. 300 കിലോഗ്രാം സ്വർണം കൊണ്ട് നിർമ്മിച്ച രജനീകാന്തിന്റെ പ്രതിമയാണ് അരുൾ മിഗു ശ്രീ രജനി ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം. രജനീകാന്തിന്റെ അരനൂറ്റാണ്ട് കോളിവുഡ് ലോകത്തിന്റെ ചരിത്രം കൂടിയാണ്. ഓഗസ്റ്റ് 14 കൂലിയിലും തലൈവരുടെ മാസും ആക്ഷനും സ്വാഗും കാണാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് മലയാളം.